കേറാൻ പറ്റത്തില്ല, കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ ഞാൻ വന്നെ. അപ്പൊ ഓക്കെ ഓക്കെ. ആ ബാക്കി എല്ലാവരും ഉണ്ട് ചേച്ചി? അപ്പൊ സ്റ്റാർട്ട് ആക്കി. ചൈത്ര ചേച്ചി? ഹായ്, ഹലോ ഗൈസ്. എൻ്റെ പേര് ചൈത്ര. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് പുന്നപ്രയിലെ നമ്മൾ ടിങ്കർ ഹബിന്റെ VIT ലീഡാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവന്റ് മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ബൈക്രാഫ്റ്റ് ആൻഡ് ടിങ്കർ ഹബ് കൊളാബറേഷനിൽ നടത്തുന്നതാണ്. അപ്പം ഇന്നത്തെ ഇവന്റ് എടുക്കാൻ വന്നിരിക്കുന്നത് ആദിത്യനാണ്. ആദിത്യൻ ഈ ഇവന്റിലേക്ക് ഏറ്റവും ഇഷ്ടത്തോടെ വെൽക്കം ചെയ്യുന്നു. ഞങ്ങളുടെ ടിങ്കർ ഹബിന്റെ തന്നെ ലീഡ് ശ്രീലക്ഷ്മി ജിയും ആലിയ സൈജു കോലീഡാണ്. അതേപോലെ മീഡിയ ഔട്ട്റീച്ച് വിവേക്, കൂടാതെ നമ്മുടെ ബൈറ്റ് ക്രാഫ്റ്റിന്റെ CEO അഭിജിത്ത് KA ആൻഡ് ധനലക്ഷ്മി, ഇവരിത്രയും പേര് നമ്മുടെ ഇവന്റ് ജോയിൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരും കൊളാബറേഷനിൽ നടക്കുന്ന ഇവന്റിലേക്ക് മറ്റെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് എന്തെങ്കിലും എന്ത് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഷെയർ ചെയ്ത് പോകാൻ മാക്സിമം നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ആദിത്യൻ നല്ല രീതിക്ക് ക്ലിയർ ചെയ്ത് തരും. ഞങ്ങൾക്ക് ഇതിനു മുന്നേ ഇവന്റ് എടുത്ത് തന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻറ്റോടെ നിങ്ങൾക്ക് കൂടെ ഇവന്റിന് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ഇവന്റ് നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്താൻ നോക്കുക. അപ്പോൾ താങ്ക് യു, വെൽക്കം എവരിവൺ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി. സ്ക്രീൻ ഷെയർ ആണെന്നില്ല. ഓഡിബിൾ ആണോ? അതെ അതെ അതെ. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ട്. സ്ക്രീൻ വിസിബിൾ അല്ലേ? അതെ. So guys, my name is Adityan. ഞാൻ SCMS School of Engineering Technology, കറുകുറ്റി എറണാകുളത്തിലെ സെക്കൻഡ് ഇയർ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻ്റ് ആണ്. So I'm here to handle the session about microprocessor and microcontroller and Tinkercad. So ഇപ്പോൾ സെഷൻ തുടങ്ങാം.
സ്ക്രീൻ വിസിബിൾ അല്ലേ? അതെ. സോ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. സോ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് തന്നെയാണ്. വാട്ട് ആർ മൈക്രോ പ്രോസസ്സേഴ്സ്? ആക്ച്വലി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ വരുന്ന ഇതാണ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് IC എന്ന് പറഞ്ഞ ഒരു റെവല്യൂഷണറി ചേഞ്ച് തന്നെ വരുന്നത് ട്രാൻസിസ്റ്റേഴ്സിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ലൈക്ക് വാക്വം ട്യൂബ്സിൽ നിന്ന് ട്രാൻസിസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് ശേഷമാണ് ഇലക്ട്രോണിക്സിൽ തന്നെ ഏറ്റവും വലിയ റെവല്യൂഷണറി ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സും ഇപ്പോൾ കാണുന്ന മോഡേൺ ഇലക്ട്രോണിക്സ് ഒക്കെ എക്സിസ്റ്റൻസിലേക്ക് തന്നെ വരുന്നത്. സോ മൈക്രോ പ്രോസസ്സേഴ്സ് ഇസ് ആൻ integrated circuit. It processes all the operation for the computer system. ഒരു കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ ലൈക്ക് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന മെമ്മറി അത് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഫെക്ട് ചെയ്യാനും ആ ഫെക്ട് ചെയ്യുന്ന ലൈക്ക് മെമ്മറി ആയാലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയാലും അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ഡീകോഡ് ചെയ്യാനൊക്കെ മൈക്രോ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് arithmetic and logical operations വരുന്നുണ്ട്. I hope you have studied about von Neumann architecture, and it also controls the flow of data within the systems. ഇതാണ് von Neumann architecture. 2019 സിലബസിൽ C പ്രോഗ്രാമിംഗിൽ സെക്കൻഡ് സെമ്മിൽ C പ്രോഗ്രാമിംഗിൽ സെയിം ഡയഗ്രാം ഉണ്ട്. ആൻഡ് 2024 സിലബസിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ 2024 സിലബസ്? എനിവൺ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പ്രോസസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? CPU ചെയ്യുന്നത്. CPU അഥവാ പ്രോസസ്സർ. ദി CPU കൺസിസ്റ്റ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ യൂണിറ്റ്. ഈ CPU ആണ് മെമ്മറി യൂണിറ്റിൽ നിന്ന് ഡാറ്റ ഫെക്ട് ചെയ്യുന്നതും അത് റീഡും റൈറ്റും ചെയ്യുന്നതും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെമ്മറി യൂണിറ്റിലേക്ക് പോയി സ്റ്റോർ ചെയ്യുകയും നമുക്ക് വേണ്ട സമയത്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് CPU ചെയ്യുന്നത്. ആൻഡ് അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റിൻ്റെ അകത്ത് ലോജിക്കൽ ഓപ്പറേഷൻസ് ആയ ആൻഡ് ഓർ നോട്ട് അങ്ങനത്തെ ലോജിക്കൽ ഓപ്പറേഷൻസും അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലത്തുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസും ALU ആണ് നടത്തുക. ആൻഡ് യു ഹാവ് ദി കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആണ് ഇതിൻ്റെ എല്ലാം നോക്കുന്നത്. ആൻഡ് ഇറ്റ് എൻഷുർസ് ദാറ്റ് ഓൾ ദ ഓപ്പറേഷൻസ് ആർ എക്സിക്യൂട്ടഡ് ആൻഡ് ദെൻ വി ഗെറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് von Neumann ആർക്കിടെക്ചർ പറയുന്നത്. ആൻഡ് കുറച്ചും കൂടി കോർ ബേസ്ഡ് വരികയാണെങ്കിൽ ഹാർവേഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ആർക്കിടെക്ചർ ഉണ്ട്. അത് മെമ്മറി ലൊക്കേഷൻസും ഡാറ്റയും ഒരേപോലെ ഫെക്ട് ചെയ്യുന്ന ടൈപ്പ് ബസ്സസിന്റെ കേസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കോറായിട്ടാണ് വരുന്നത്. സോ വാട്ട് ആർ മൈക്രോ കൺട്രോളർ? Microcontrollers are a small single chip computer with integrated memory. ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് മെമ്മറീസ് വരുന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് വരുന്നുണ്ട്, ആൻഡ് ആ മൈക്രോ പ്രോസസ്സർ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് സിംഗിൾ ചിപ്പിലായിരിക്കും. ഐ ഹോപ്പ് യു ഹാവ് നോൺ അബൌട്ട് ആർഡുയിനോ, ESP, റാസ്ബെറി പൈ, ഇങ്ങനത്തെ കുറേ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. ആക്ച്വലി ദാറ്റ് ദേ ആർ ഡെവലപ്മെന്റ് ബോർഡ്സ്. ഈ ആർഡിനോ എന്നൊക്കെ പറയുന്ന ഡെവലപ്മെന്റ് ബോർഡ്സ് ആണ്. അപ്പോൾ ഈ മൈക്രോ കൺട്രോളേഴ്സ് ആർഡിനോൻ്റെ അകത്ത് R3 വരെയുള്ള സീരീസിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് വരുന്നത് അറ്റ്മെഗ 32P എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ്. ഇതിൻ്റെ അകത്തുള്ള ലൈക്ക് നമുക്ക് ഇൻപുട്ടും കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും വേണ്ടിയിട്ട് ലൈക്ക് കുറച്ചും കൂടി ഈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ബോർഡ്സ് ആയിട്ട് ഇറക്കുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ്
ഡെവലപ്മെന്റ് ബോർഡ്സ് ആൻഡ് ദ മൈക്രോ കൺട്രോളർ വിത്തിൻ എല്ലാം കളക്റ്റീവ് ആയിട്ടാണ് മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ കോമൺലി പറയാം. ബട്ട് ആക്ച്വലി അതിൻ്റെ അകത്തുള്ള മൈക്രോ കൺട്രോളേഴ്സ് വേറെ തന്നെയാണ്. സോ എംബഡഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ഇലക്ട്രോണിക്സിൽ എംബഡഡ് സിസ്റ്റംസ് എന്നൊരു ഫീൽഡിലേക്കാണ് മെയിൻലി മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഡിവൈസസ് ആയിക്കോട്ടെ, ഓട്ടോമോട്ടീവ് ഡിവൈസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഇതിലും ഈ എംബഡഡ് സിസ്റ്റംസ് മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി വിൽ കം ടു ഇറ്റ്. ആൻഡ് വി ഹാവ് മോർ ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ്. അപ്പോൾ അതിനകത്ത് സീരിയൽ ഇന്റർഫേസ് വരുന്നുണ്ട്, ഡാറ്റ ഇൻപുട്ട് ആൻഡ് ഡാറ്റ ഔട്ട്പുട്ട്സ് പോർട്സ് വരുന്നുണ്ട്. വി ഹാവ് ADCs ആൻഡ് DACs, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സും. Consider, hope you know about what is analog and digital. Analog is basically for a given period of time like it shows a huge number of values. അതായത് ഓരോ വേരിയേഷൻസും നമുക്ക് ആ ഒരു സർട്ടൻ പീരീഡിൽ ഓരോ വേരിയേഷൻസും നമുക്ക് അനലോഗ് സിഗ്നൽസ് വഴി കാണാൻ പറ്റും. whereas in digital signals we get 0 or 1. ഒന്നിക്കൽ നമുക്ക് കിട്ടുന്ന ഇത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കും, ഹൈ ഓർ ലോ എന്നൊരു ഔട്ട്പുട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇൻപുട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. എവിടെ ഡിജിറ്റലാണ്. അനലോഗിലാണെങ്കിൽ വി ഗെറ്റ് ആ സീരീസ് ഓഫ് ഡാറ്റ വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. പിന്നെ അത് ടൈമേഴ്സ് വരുന്നുണ്ട്, ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഇന്റേണൽ ക്ലോക്ക് പൾസസ്. ഇപ്പോൾ ഒരു സർട്ടൻ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഡിലേസ് കൊടുക്കുക, ഇതൊക്കെ മെയിൻലി ടൈമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വിത്തിൻ ദ മൈക്രോ കൺട്രോളർ ആണെങ്കിൽ നമുക്ക് അതിന് ടൈമറിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും പെരിഫറൽസ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസിന് കൗണ്ടേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് വി ഹാവ് സീരിയൽ ഇന്റർഫേസസ് വിച്ച് വി ക്യാൻ യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ with other devices, and this is often less powerful than general purpose microcontrollers. General purpose microprocessors എന്ന് പറയുന്നത് it's actually desktop based ആയിരിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ പ്രൊസസ്സേഴ്സിനാണ് മെയിൻലി ഈ ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുക. ആക്ച്വലി ഇറ്റ് ക്യാൻ ഹാൻഡിൽ ലോട്ട് എമൗണ്ട് ഓഫ് പ്രോസസ്സസ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് എത്ര വലുതായിക്കോട്ടെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സേഴ്സ്. ആൻഡ് ദീസ് ആർ ഗോൾ പർപ്പസ് അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ് ഇപ്പോൾ മെയിൻലി ഈ മൈക്രോ കൺട്രോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട്സ് ഇൻസൈഡ് മൈക്രോ കൺട്രോളർ? So here we have the block diagram. RAM, okay, let's present CPU. Basically, what is CPU? CPU is nothing but central processing unit. ഇതാണ് ഉള്ള ഡാറ്റ മൊത്തം പ്രോസസ്സ് ചെയ്യുകയും നമ്മൾക്ക് കൊടുക്കുന്ന ഇൻപുട്ടിന് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നതും CPU വഴിയാണ്. And we have memory, RAM. RAM is a volatile memory. അതായത് ഒരു ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ആണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കാണിക്കാണ്ടിരിക്കുക, ആ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റാം എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് എ വോളറ്റൈൽ. നമ്മളിപ്പോൾ കൊടുത്ത ഡാറ്റ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മളൊന്ന് പവർ ഓഫ് ആക്കിയിട്ടുണ്ടോ നോക്കി ആ ഡാറ്റ അപ്പോൾ തന്നെ പോകും. It is not stored actually. So for storing we have ROM or flash. നമ്മളിപ്പോൾ ആർഡുയിനോടൊത്ത് കോഡ് ചെയ്യണം. ഇപ്പോൾ ആർഡുയിനോ ഐഡിയയിൽ കോഡ് ചെയ്യുന്ന സമയത്ത് you can see that upload button. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫ്ലാഷ് ചെയ്യാന്നാണ് പറയുക. ആക്ച്വലി we are an input to the ROM. Sorry for that. Actually we are giving input to the ROM. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഫ്ലാഷ് ചെയ്യാന്ന് പറയുക.
And we have IO ports, GPIO, general purpose input output pins. So basically ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോർട്ടുകളും we have microcontrollers here. ഇവിടെ this is ESP8266 and the most commonly used is Arduino Uno R3. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ ഡിജിറ്റൽ പിൻസ് കാണാൻ പറ്റും, ഈ ഒരു സൈഡിൽ അനലോഗ് പിൻസും കാണാൻ പറ്റും. ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ പിൻസ് അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഫോർ റിസീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡിജിറ്റൽ ഡാറ്റ. സെയിം നമുക്ക് അനലോഗ് വേണമെങ്കിൽ ഈ ഒരു പോർട്സിൽ നിന്നാണ് എടുക്കുക. ആൻഡ് വി ഹാവ് ദി പവർ സോക്കറ്റ്സ് ഹിയർ. സോ ഇതാണ് ഞാൻ പറഞ്ഞ Atmega 32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ. ആക്ച്വലി ഇതൊരു ഡെവലപ്മെന്റ് കിറ്റ് ആണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട്. ആൻഡ് വി ഹാവ് മെമ്മറി വിത്തിൻ ദിസ്. ഇതിൻ്റെ അകത്തുള്ള വോൾട്ടേജ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഡെവലപ്മെന്റ് കിറ്റ് ഇല്ലാതെ മെയിൻലി മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ യു ഹാവ് അതർ മീൻസ്, ബട്ട് മോസ്റ്റ് കോമൺലി ജനറൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് കിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫോർ Arduino Uno R3 it does not come with Wi-Fi or Bluetooth modules. അപ്പോൾ അതിനാണ് നമ്മൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ Arduino Uno R4 Wi-Fi എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ മൈക്രോ കൺട്രോളർ ഈസ് നോട്ട് Atmega 32P. ഇതിൻ്റെ അകത്ത് വരുന്നത് ESP32. ESP32 ഈസ് ചൈനീസ് കമ്പനി, എക്സ്പ്രസീവ് എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ അവർ ഇറക്കുന്ന ഒരു ഓപ്പൺ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. അതിൽ ഇറക്കുന്ന ഒരു മൈക്രോ കൺട്രോളറാണ് എക്സ്പ്രസീവ് 32. ഈ എക്സ്പ്രസീവ് 32ന്റെ ഡെവലപ്മെന്റ് കിറ്റാണിത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ESP32 എന്ന് പറഞ്ഞ സെയിം ഇതാണ് നമ്മൾക്ക് ഇവിടെ Arduino Uno R4 Wi-Fiയിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് വി ഹാവ് a lighter version that is Arduino Nano. Arduino Uno R3 അത്ര പവർഫുൾ അല്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദ ജനറൽ ടാസ്ക്സ് ഒക്കെ Arduino Nanoന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വി ഹാവ് ESP8266. And also ESP32ന് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. IoT പ്രൊജക്ട്സിനൊക്കെ, അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് IoT പ്രൊജക്ടൊക്കെ മെയിൻ യൂസ് ESP32 ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഞാൻ ആഡ് ചെയ്യാൻ വിട്ടതാണ്. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി റാസ്പെറി പൈ. ആൻഡ് ESP32 we have inbuilt Wi-Fi and Bluetooth capabilities. For ESP8266, it is a lighter version of ESP32 which only has an input Wi-Fi module and the Bluetooth available alla, Wi-Fi module മാത്രമാണ് available, but still we can use like ഇതിൽ Arduinoയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലൈറ്റർ വേർഷൻ ആണ് ഇത്. അതായത് ഇതിന്റെ കുറച്ചുകൂടി ലൈറ്റർ വേർഷൻ ആണ് ഇത്. Arduinos are generally expensive. ഇതിന് വരുന്നത് Arduino Uno R3 അറൗണ്ട് കറന്റ് മാർക്കറ്റിൽ നമുക്ക് അറൗണ്ട് 2,500 റുപ്പീസിന്റെ അടുത്ത് വരുന്നുണ്ട്. And for R4 Wi-Fi we have around 3,000 to 4,000 rupees. Nano I think less than 1,000 rupees ആയിരുന്നു. But whereas ഇതിനെക്കാട്ടും സ്പെസിഫിക്കേഷൻസ് കൂടുതലാണ് ESP32. Like Arduino is basically user friendly, beginner friendly, whereas ESP is not. അപ്പോൾ അതുകൊണ്ടാണ് ESP അത്ര പോപ്പുലർ അല്ലാത്തത് സ്റ്റുഡൻസിന്റെ ഇടയിൽ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ESPക്കകത്ത് അധികം ക്ലോക്ക് സ്പീഡും ഫ്രീക്വൻസി ഒക്കെ കുറച്ചുകൂടി കൂടുതലാണ് ESP32 തരുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ മച്ച് മോർ ടാസ്ക് ആസ് കമ്പയർഡ് ടു നോർമൽ Arduinos. ഇതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ ആണ് ESP വരുന്നത്. ബട്ട് സ്റ്റിൽ ഇതിനെക്കാട്ടി പവർഫുൾ ആണ് ഇത്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 3,000 to 4,000 റുപ്പീസ് വരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ അറൗണ്ട് നമുക്കൊരു 500 to 600 റുപ്പീസിനകത്ത് കിട്ടും ESP32 with inbuilt Bluetooth and Wi-Fi supports. ഇതിന് അറൗണ്ട് 300 to 400 റുപ്പീസ് ആണ് വരുന്നത്. സോ ഇവിടത്തേക്ക് വരാം തിരിച്ച്. സോ ദാറ്റ് ഈസ് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. ഇതാണ് GPIO പിൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആക്ച്വലി ഇത് ഈ പോർട്സ് ഫുള്ളി ഔട്ട്പുട്ട് പോർട്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ബിറ്റ് നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യും, ഇതാണ് ഔട്ട്പുട്ട്, ഇതാണ് ഇൻപുട്ട്.
ഇല്ലെങ്കിൽ ബേസിക്കലി അത് ഫുൾ ഔട്ട്പുട്ട് പിൻസ് ആയിട്ട് മാത്രമാണ് കിടക്കുക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് വെരിഫൈ ചെയ്യുക. ആൻഡ് വി ഹാവ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്, അതായത് ഇന്റേണൽ ക്ലോക്ക് പൾസസ്, എക്സ്റ്റേണൽ ക്ലോക്ക് പൾസസ് ഇതൊക്കെ കൗണ്ട് ചെയ്യാനും നമുക്ക് ഡിലേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് and digital to analog converters. And we have serial communication interfaces. Actually, serial communication, that's sending and receiving data bit by bit time it. Yes. Hand raise. ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് പറയൂ. അലി സിഹാൻ. Okay. Pi Zero and Arduino Nano. Arduino, actually, I think Pi Zero കുറച്ചുകൂടി വില കൂടുതലാണ്. ആൻഡ് നമുക്ക് ടാസ്ക് അസൈൻ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഫോർ Pi Zero, it can handle much more task as compared to Arduino Nano. അപ്പോൾ നമ്മൾക്ക് കൊടുക്കുന്ന ടാസ്കിനനുസരിച്ച് ഇത്ര ബിറ്റ് പ്രോസസ്സിംഗ് പവേഴ്സ് ഉണ്ട് രണ്ടിനും കൂടി. അപ്പോൾ Pi Zeroക്ക് കുറച്ചും കൂടി പ്രോസസ്സിംഗ് പവർ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു Arduino Nano. ബട്ട് ജനറലി Arduino Nano ഇസ് പ്രിഫേർഡ് ചെയ്യുന്നത് കാരണം അതിൻ്റെ അകത്ത് ലൈറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ മാത്രമാണ് നമ്മൾ Arduino Nanoന് അധികം കൊടുക്കുക. ആൻഡ് അറൌണ്ട് അതേ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് ദ പ്രോസസ്സിംഗ് പവർ ഇതിന്റെ കേപ്പബിലിറ്റി കുറച്ചുകൂടി കുറവാണ് ആസ് കമ്പയർഡ് ടു Pi Zero. അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഐ തിങ്ക് Pi Zero ആണ്. ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് അബൌട്ട് പ്രോസസ്സിംഗ് പവേഴ്സ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ്. അതൊക്കെയാണ് മെയിൻലി നോക്കുന്നത് രണ്ടു തമ്മിലുള്ള ഡിഫറൻസ്. So okay. Next is serial communication interfaces. Serial communication എന്ന് പറയുന്നത് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും 1 bit at a time, ഒരു ബിറ്റ് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് we have serial communication interfaces. That is UART എന്ന് പറയുന്നത് actually it is a universal asynchronous receiver and transmitter. Actually it is a protocol. This protocol allows the data to transfer serially. അപ്പോൾ ഇതിൻ്റെ അകത്ത് actually it is an 8-bit ഇതാണ്, but we have 10 bit of data that is to be transferred. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറഞ്ഞതും എൻഡിൽ സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞ 2 ബിറ്റുകൾ വരുന്നുണ്ട്. And in the middle we have the data bit. അതാണ് 8-bit data bit ആണ്. And we have start bit, stop bit and 8-bit data bit. So I2C ഇപ്പോൾ നമുക്ക് I2C ആയിട്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഇത് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ പോർട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൺസിഡർ 16:2 I2C ഡിസ്പ്ലേ. നമ്മളെ LCD ഡിസ്പ്ലേസ് ഉണ്ട്. ഈ LCD ഡിസ്പ്ലേസിൻ്റെ അകത്ത് we have got 16 pins, 16 പോർട്സ് അല്ലെങ്കിൽ പിൻസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ബട്ട് ഈ 16 പിൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ വി റെഡ്യൂസ് ദം ടു 4 പിൻസ്. 4 പിന്നായിട്ട് SCL, SDA, പിന്നെ വരുന്നത് VCC ആൻഡ് ഗ്രൗണ്ട്, അങ്ങനെ 4 പോർട്ട് അല്ലെങ്കിൽ 4 പിന്നായിട്ട് നമ്മളത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദം മോർ ഈസിലി. കുറച്ചും കൂടി
ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഈ I2C ഡിസ്പ്ലേസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആൻഡ് കുറെ ഡിവൈസസും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. I2C എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഡിവൈസസ്. സോ ദാറ്റ്സ് അബൌട്ട് popular microcontrollers in Latin. Okay. Next is application of microcontrollers or microcontrollers in action. അപ്പോൾ home appliances എടുക്കുകയാണ്. We have got washing machines in അകത്ത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ പ്രോസസ്സാണ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ പല ടൈപ്സ് ഓഫ് വാഷിംഗ് മോഡ്സ് ഉണ്ടാവും. ഈ വാഷിംഗ് മോഡ്സിനും ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ അതിൻ്റെ ഡ്രം റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര വാട്ടറാണ് ഈ യൂസ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത്ര ടൈമിനുള്ളിൽ ഇത് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ഇതൊക്കെ ഫുള്ളി മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചാണ്. ആൻഡ് വി ഹാവ് മെനി മൈക്രോ കൺട്രോളേഴ്സ്. അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ പോപ്പുലർ മൈക്രോ കൺട്രോളർ ഈസ് 8051 ബൈ ഇന്റലിന്റെ 8051 എന്ന് പറഞ്ഞൊരു മൈക്രോ പ്രോസസർ ഉണ്ട്. ആൻഡ് ഇന്റൽ 4004 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റൽ 4004 is the first general purpose മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ വാഷിംഗ് മെഷീൻസിന്റെ അകത്ത് മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. റെഫ്രിജറേറ്റേഴ്സ്, ഒബ്വിയസ്ലി റെഫ്രിജറേറ്റേഴ്സ് നമ്മളുടെ അകത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇത് തുറക്കുന്ന ടൈമിൽ ലൈറ്റ് എത്തുക, അടക്കുന്ന ടൈമിൽ ലൈറ്റ് ഓഫ് ആവുക, അങ്ങനത്തെ ഇതുണ്ട്. ലൈക്ക് ആൻഡ് ഒബ്വിയസ്ലി ഓട്ടോ കട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം, ഒരു മെക്കാനിസം അതിൻ്റെ അകത്തുണ്ട്. ഇത്ര നേരം ഇത്ര ടെമ്പറേച്ചറിന് മേലെ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തി കഴിഞ്ഞ് ഇത്ര ടെമ്പറേച്ചർ വരെ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോ കട്ടോ. പിന്നെയും ആ ഒരു ടെമ്പറേച്ചറിന് താഴ്ന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ആ സാധനം യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇറ്റ് സേവ്സ് എനർജി ആൻഡ് ഇലക്ട്രിസിറ്റി അ ലോട്ട്. ആൻഡ് ഫോർ മൈക്രോവേവ്സ് ഒബ്വിയസ്ലി മൈക്രോവേവ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓരോ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ടൈം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ ആ സാധനം അതിൻ്റെ ഹീറ്റിംഗ് നിർത്തണം, അല്ലെങ്കിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ആവണം. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഹോം അപ്ലയൻസസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാത്രം. ആൻഡ് യു ഹാവ് ലോട്ട് അതർ ഒബ്വിയസ്ലി ഓട്ടോമോട്ടീവ്. ECU എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എൻജിൻ കൺട്രോൾ യൂണിറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ എൻജിൻ്റെ ഓരോ പാർട്സും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് അതാണ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ABS. ഇപ്പോൾ മോസ്റ്റ് എല്ലാ വണ്ടിയിലും ഇപ്പോൾ ABS വരുന്നുണ്ട്, എല്ലാ വെഹിക്കിൾസിൽ ഇപ്പോൾ ABS വരുന്നുണ്ട്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റംസ് വരുന്നുണ്ട്. ആൻഡ് എയർ ബാഗ്സ് ഒബ്വിയസ്ലി ഇമ്പാക്റ്റിനനുസരിച്ച് പോപ്പപ്പായി വരുന്ന എയർ ബാഗ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. ഇൻഡസ്ട്രിയിൽ ഓട്ടോമേറ്റ് ചെയ്യാനാണ് മെയിൻലി ഇപ്പോൾ റോബോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻസിന് കേപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻസിന് റിസ്കിയർ ആയിട്ടുള്ള എൻവയോൺമെന്റ്സിൽ പോലും റോബോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ന് ഹ്യൂമാനിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് obviously because of microcontrollers and programmable logic controllers and factory automation. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ കാരണമാണ് ഇപ്പോൾ മെയിൻലി അൺഎംപ്ലോയ്മെന്റ് ഒരു ക്രൈസിസ് ആയി വരുന്നത്, മെയിൻലി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ് കൊണ്ടാണ്. ആൻഡ് വി ഹാവ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഒബ്വിയസ്ലി, മൊബൈൽ ഫോൺസിന്റെ ഡിജിറ്റൽ ക്യാമറാസ് ആൻഡ് MP3 പ്ലേയേഴ്സിൻ്റെ അകത്തൊക്കെ ഇറ്റ് ഹാസ് മൈക്രോ കൺട്രോളേഴ്സ് ഇൻ ദം. ആൻഡ് അടുത്തത് മെഡിക്കൽ ഡിവൈസസ് ഓൾസോ മൈക്രോ കൺട്രോളേഴ്സ് മെഡിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് വൺ ഓഫ് ദ മെയിൻ അതിൻ്റെ റെവല്യൂഷൻ. നമ്മൾക്ക് വി ഹാവ് പേസ് മേക്കേഴ്സ്, ദാറ്റ്സ് ഒബ്വിയസ്ലി an important item in the medical field, and insulin pumps and blood glucose meters. Now about microprocessors. അപ്പോൾ പ്രോസസ്സിംഗ് പവർ, ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺസ് നമ്മൾ വാങ്ങാൻ പോവാം, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താ? അതിൻ്റെ ഒബ്വിയസ്ലി വി ലുക്ക് ഫോർ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കും, അതിൻ്റെ റാം എത്രയാണെന്ന് നോക്കും, പ്രോസസ്സർ ഏതാണെന്ന് നോക്കും. അപ്പോൾ പ്രോസസ്സറാണ് മെയിൻലി നോക്കുക. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയുന്നവർ മെയിൻലി നോക്കുക പ്രോസസ്സേഴ്സ് ആണ്. ഒന്നിൻ്റെ പ്രോസസ്സിംഗ് പവേഴ്സ് ആണ്. വി ഹാവ് 32-bit പ്രോസസ്സേഴ്സ് ആൻഡ്
64-bit പ്രോസസ്സേഴ്സ്. ആൻഡ് ഇതിൻ്റെ അകത്തൊക്കെ x86 എന്ന് പറഞ്ഞ കുറേ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രോസസ്സേഴ്സിൻ്റെ ഇതിൽ വരുന്നത്. ഇപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രോസസ്സേഴ്സ് അതാണെങ്കിൽ ഇന്റലിൻ്റെ പ്രോസസ്സേഴ്സ് ഉണ്ട്, AMD റൈസൻ പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ മൊബൈൽ ഫോൺസിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അതർ സാധനം ഇഷ്ടംമാതിരി ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പ്രോസസ്സേഴ്സിൻ്റെ ഇതിൽ. ആൻഡ് ഒബ്വിയസ്ലി സെർവേഴ്സ്, ഒരു ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു സെർവർ വേണം, ഏതെങ്കിലും ഒരു സർവീസ്. കൺസിഡർ ഇപ്പോൾ AWS ആയാലും ഏതായാലും നമുക്കിപ്പോൾ സർവീസ് റൺ ചെയ്യണമെങ്കിൽ അതെന്തായാലും ഒബ്വിയസ്ലി ഒരു സെർവർ വേണം. അപ്പോൾ അതിന് ഡാറ്റാ സെന്റേഴ്സ് ആയാലും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനായാലും എല്ലാത്തിനും നമുക്ക് മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. വർക്ക് സ്റ്റേഷൻസ്, സയന്റിഫിക് റിസർച്ച് ആൻഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഫീൽഡ്സ് ഉണ്ടാവില്ലേ വർക്ക് സ്റ്റേഷനിൽ, അവിടെയൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ എംബഡഡ് സിസ്റ്റംസ് വരുന്നുണ്ട്, റോബോട്ട്സ് ആൻഡ് മെഡിക്കൽ ഇമേജിംഗ്, ആൻഡ് ഒബ്വിയസ്ലി ഫോർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ആൻഡ് ഡെവലപ്പിംഗ് വിത്ത് മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. നമുക്കിതിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്? ഫസ്റ്റ് നമുക്ക് ഡെവലപ്മെന്റ് ബോർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർ ആർഡുനോ ആയിക്കോട്ടെ, റാസ്ബെറി പൈ ആയിക്കോട്ടെ, STM32 ന്യൂക്ലിയർ ബോർഡ്സ് ആയിക്കോട്ടെ. ഇതിൽ ആർഡുനോ ആൻഡ് റാസ്ബെറി പൈ ഈസ് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് വൺ, ആൻഡ് STM32 ന്യൂക്ലിയോ ഈസ് നോട്ട് ദാറ്റ് ഫേമസ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ റെവല്യൂഷൻ ഇൻ ദ ഇൻഡസ്ട്രി. ഇതിന് കുറച്ചുകൂടി ജനറൽ പർപ്പസ് ആണ് STM32 ന്യൂക്ലിയോ എന്ന് പറയുന്നത്. And it has that much capability to do the tasks. And we have IDE, integrated development environments, writing and debugging code. ഇപ്പോൾ കീൽ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, കീൽ മൈക്രോവിഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഐ തിങ്ക് ഇലക്ട്രോണിക്സ് ആർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. വി ഹാവ് ഗോട്ട് ലാബ് ഇൻ ദാറ്റ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലാബിൽ വരുന്നതിൽ സിമുലേഷനിൽ കീൽ സോഫ്റ്റ്വെയർസ് ആണ് മെയിൻലി യൂസ് ചെയ്യുക. ആൻഡ് വി ഹാവ് IAR എംബഡഡ് വർക്ക് പീസ് ആൻഡ് എക്ലിപ്സ് ഒബ്വിയസ്ലി. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിന് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാനും പറ്റും. കീൽ മൈക്രോവിഷൻസ് ആർ മെയിൻലി യൂസ്ഡ് ആസ് എ സിമുലേറ്റർ. ഇപ്പോൾ നമ്മൾ അപ്പോൾ അതിനുമുമ്പ് നമുക്ക് നോക്കേണ്ടത് ലൈക്ക് മെയിൻലി ഹാർഡ്വെയർ പ്രൊജക്ട്സ് ആർ മോർ കോസ്റ്റ്ലി ദാൻ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും കോഡ് അപ്ലോഡ് ചെയ്ത് കോഡിന് നിങ്ങൾക്ക് എറർ വന്ന് നമുക്ക് അവിടെ നിന്ന് എറർ കണ്ടുപിടിക്കാനും ആ എറർ നമുക്ക് കറക്റ്റ് ചെയ്ത് ഡീബഗ് ചെയ്ത് നമുക്ക് വീണ്ടും അവസാനം യൂസ് ചെയ്യാനും പറ്റും. ബട്ട് ഇൻ കേസ് ഓഫ് ഹാർഡ്വെയർസിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും എറർ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൺസിഡർ ഇപ്പോൾ ആർഡിനോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വയർ മാറിപ്പോയി, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊടുത്ത വോൾട്ടേജ് കുറച്ച് കൂടിപ്പോയി, ദ തിങ് ഈസ് ആ ബോർഡ് അങ്ങ് അടിച്ചു, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിനേതോ കോമ്പണന്റ് പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാവുന്ന ടാസ്ക് ആണ്. അപ്പോൾ സോ ഫോർ ദാറ്റ് വി യൂസ് അതർ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ആൻഡ് വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ആൻഡ് വി ഹാവ് ട്രെൻഡ്സ് ആൻഡ് ഇന്നോവേഷൻസ്. ഇപ്പോൾ മെയിൻലി ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കണ്ടുവരുന്ന ട്രെൻഡ്സ് ആണിത്. IoT എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആമസോൺ അലക്സ, ഗൂഗിൾ ഹോം, പിന്നെ ആപ്പിൾ ഹോം പോഡ്, ഇതൊക്കെ മെയിൻലി ഇന്റർ കണക്ട് ചെയ്യുന്നത് ഡിവൈസസ് ആണ്. ഇപ്പോൾ ഒരു അലക്സ കൊടുക്കുന്ന ഒരു കോമൺ കമാൻഡ് എന്താ, അലക്സ ടേൺ ഓൺ ദ വൈഫൈ, അല്ലെങ്കിൽ ടേൺ ഓൺ ദ AC എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ടേൺസ് ഓൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാണ് രണ്ട് ഡിവൈസ് തമ്മിൽ അവിടെ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഇന്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ആക്ച്വലി ഇന്റർനെറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നതും ഇന്റർ കണക്ഷൻ തന്നെയാണ്. ആക്ച്വലി ഇറ്റ് കണക്റ്റഡ് ഡിവൈസസ് ആൻഡ് ഒന്ന് കൊടുക്കുന്ന ഒരു ഇതിനനുസരിച്ച് മറ്റേത് ബിഹേവ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി IoT. ആൻഡ് AI വരികയാണെങ്കിൽ ഇപ്പോൾ AI ആണ് വേൾഡ് റൂൾ ചെയ്യുന്നത് പറയുന്നത്. ആക്ച്വലി AI കേപ്പബിലിറ്റീസ് എംബഡഡ് സിസ്റ്റംസ് ഇല്ലെങ്കിൽ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്കൊരു ഹയർ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഇപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് വേണം. അപ്പോൾ അതിനാണ് മെയിൻലി ഹൈ എൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ NVIDIAന്റെ സൈഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദേ ആർ മേക്കിംഗ് GPUs, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഒബ്വിയസ്ലി. അപ്പോൾ അതിനനുസരിച്ച് അത്രയും പ്രോസസ്സിംഗ് പവേഴ്സ്
ഉള്ള ഇതാണ് നമ്മളിപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റംസിന്. സെമി കണ്ടക്ടർ ടെക്നോളജി ഇപ്പോൾ 4 നാനോമീറ്റർ ഇതിലാണ് ഇപ്പോൾ മെയിൻലി എല്ലാം നിൽക്കുന്നത് ഡിവൈസസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് തായ്വാനാണ് മെയിൻലി വേൾഡിലെ തന്നെ മെയിൻ സെമി കണ്ടക്ടർ പ്രൊഡ്യൂസേഴ്സ്. ഇതിലിപ്പോ 4 നാനോമീറ്റേഴ്സ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഇന്നോവേഷൻ കൊണ്ടുവന്നതും തായ്വാൻ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഐ തിങ്ക് വിത്തിൻ ലാസ്റ്റ് വീക്ക് ഡൊണാൾഡ് ട്രംപ് തന്നെ ഏകദേശം അറൗണ്ട് $100 million തായ്വാന്റെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, അഡ്വാൻസ്മെന്റ് ഇൻ സെമി കണ്ടക്ടർ ടെക്നോളജി. അതായത് ഇപ്പോൾ നമുക്കൊരു ട്രാൻസിസ്റ്റർ നോർമലി കാണുന്ന ഒരു NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്റർ അല്ല ശരിക്കും എംബഡഡ് സിസ്റ്റംസിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ്. ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് നാനോ സ്കെയിലിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു സെന്റിമീറ്റർ സ്ക്വയറിന്റെ അകത്ത് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ചിലപ്പോൾ പ്രസന്റ് ആയിരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഫാസ്റ്റർ ആൻഡ് മോർ പവർ എഫിഷ്യന്റ് പ്രോസസ്സേഴ്സ്. വിത്തിൻ എ സ്മോൾ റീജിയനിൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്ററും പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഒബ്വിയസ്ലി മൈ piece of cake. Open hardware is kind of നമുക്കിപ്പോ കൺസിഡർ ഇപ്പോൾ നമുക്കൊരു പ്രൊസസ്സർ ഉണ്ടാക്കണം, നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രൊസസ്സർ. ഈ ഒരു പ്രൊസസ്സർ നമുക്കിപ്പോ ഇതിന്റെ ആർക്കിടെക്ചർ ഫുള്ള് നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റത്തില്ല ഇതിന്റെ ആർക്കിടെക്ചർ എന്താണ്, ഡിസൈൻ എന്താണെന്ന്. അവർക്ക് ഒബ്വിയസ്ലി പുറത്തുനിന്ന് കാണുന്ന ഒരു ജസ്റ്റ് ഒരു പീസ് ഓഫ് ചിപ്പ്, അത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഹാർഡ്വെയറിലും പ്രൊപ്രൈറ്ററി ഹാർഡ്വെയർസ് ഉണ്ട്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺസ്, ഇതൊക്കെ സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സ്, ഇതൊക്കെ പ്രൊപ്രൈറ്ററി ഹാർഡ്വെയർ ആണ്. സോഫ്റ്റ്വെയറിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, മെറ്റ പ്ലാറ്റ്ഫോംസ്, മൈക്രോസോഫ്റ്റ് പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ മെയിൻലി ഓപ്പൺ സോഴ്സ് അല്ല, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. ഹാർഡ്വെയർസ് ആൻഡ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആക്കിയാലുള്ള മെയിൻ ഉപയോഗം എന്ന് പറയാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇരുന്നിട്ട് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതും വേൾഡ് വൈഡ് ഒരു കമ്മ്യൂണിറ്റി ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഈ കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള സാധനത്തിനായിരിക്കും കുറച്ചും കൂടി എഫിഷ്യൻസി ഉണ്ടാവുക, റാദർ ദാൻ കമ്പയറിംഗ് ടു ആ കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ഹാർഡ്വെയറിന് ഉണ്ടാകുന്നതിനേക്കാളും ഇമ്പാക്ട് അത് എക്കണോമിയായാലും അല്ലെങ്കിൽ ഇപ്പോ ടെക്നോളജിയിലായാലും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർസ് ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ആണ്. സോ ഇറ്റ് പേവ്സ് ദ പാത്ത് ഫോർ ഗ്രേറ്റർ ഇന്നോവേഷൻസ് ആൻഡ് ആക്സസിബിലിറ്റി. So we are about to enter the second part of our session, that is about electronic design, automation and Tinkercad. So electronic design, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ we have got electronics ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കിപ്പോൾ ഹാർഡ്വെയർ പ്രോജക്ട്സ് ആൻഡ് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് കിട്ടി എന്താണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഹാർഡ്വെയർ പ്രോജക്ട്സ് ആർ മെയിൻലി കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്തതിന് മുന്നേ അല്ലെങ്കിൽ ഒരു കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്ന് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലോട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ഈ കോഡ് വർക്കിംഗ് ആണെന്ന് അറിയണ്ട്. അപ്പൊ പിന്നെ ഇത് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ബോർഡിന് വരുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പണൻസിന് വരുമോ എന്ന് അറിയുന്നത് ഒബ്വിയസ്ലി ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് അവിടെയാണ് ഇലക്ട്രോണിക് ഡിസൈൻ ആൻഡ് ഓട്ടോമേഷൻ വരുന്നത്. ഇപ്പോൾ PCB ഡിസൈനിങ് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, അതായത് സർക്യൂട്ട് ഡിസൈനിങ് ആൻഡ് PCB ഡിസൈനിങ് മെയിൻലി വി ഹാവ് പ്രോട്ടിയസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രോട്ടിയസ് സോഫ്റ്റ്വെയർസ് ആണ്. ആൻഡ് വി ഹാവ് Tinkercad. ഒബ്വിയസ്ലി Tinkercad ഈസ് എ വെബ് ബേസ്ഡ് ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. ഇതിൻ്റെ അകത്തൊരു ദിസ് ഈസ് Tinkercad. ഇപ്പോൾ Tinkercadന്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ പറ്റും. 3D ഡിസൈൻസ് എവിടെയുണ്ട്, സർക്യൂട്ട്സ് എവിടെയുണ്ട് ആൻഡ് കോഡ് ബ്ലോക്സ് എവിടെയുണ്ട്. കോഡ് ബ്ലോക്സ് ഈസ് നത്തിങ്, നമുക്ക് കോഡ് ചെയ്തൊരു പല ഷേപ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കോഡ് ബ്ലോക്സ് പറയുന്നത്. ആൻഡ് 3D ഡിസൈൻസ്, 3D പ്രിന്റിങ്ങിനായാലും ഏതിനായാലും നമുക്ക് ഇവിടെ 3D ഡിസൈൻ ചെയ്യാൻ പറ്റും.
നമ്മുടെ ഫീൽഡ് എവിടെയാണ്? ഇവിടെയാണ്, സർക്യൂട്ട്സ് ആണ്. ആക്ച്വലി വി ക്യാൻ ക്രിയേറ്റ് എ സർക്യൂട്ട്. ഇതിൻ്റെ അത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ച കുറച്ചിലാണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് വൺ. Let's create one circuit. Okay. So നമുക്കിവിടെ ഇത് വന്നു. So first obviously we have Arduino here. Okay, Arduino ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്തതായിട്ടൊരു LED ആണ്. നമ്മൾ LED കത്തിക്കാൻ പോകും. അപ്പോ ഞാൻ ഇതിന്റെ ഇത് ഗ്രൗണ്ട് ചെയ്തു. ആൻഡ് യു ഹാവ് ആനോഡ് ഒരു 13th പിന്നിലേക്ക് കൊടുത്തു. നമ്മളിവിടെ ചെയ്ത് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്താൽ ഒന്നും നടക്കില്ല. കണ്ടോ, കത്തിപ്പോയി. നത്തിങ് ഈസ് ഹാപ്പനിങ് ദർ. സോ ദാറ്റ് വി ഷുഡ് കോഡ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫസ്റ്റ് കോഡ് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഫസ്റ്റ് കോഡ് വരും. ഓക്കെ, ഇതിനകത്ത് ഓൾറെഡി കോഡ് ഉണ്ട്. ഇൻബിൽട്ട് ആയിട്ട് ഫസ്റ്റ് വരുന്നത് എൽ ഇ ഡി ലൈറ്റ് ചെയ്യാനുള്ള കോഡാണ്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇവിടെ നമ്മൾക്ക് കണ്ടോ, ഇവിടെ ഈ സ്പാർക്ക് പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരേണ്ടത് അറൗണ്ട് 40 മില്ലി ആംസ് വരേണ്ടടുക്ക് ഇപ്പോൾ അറൗണ്ട് 69 അറൗണ്ട് മില്ലി ആംസ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഒബ്വിയസ്ലി ബോർഡിന് പ്രശ്നമാണത്. കുറച്ച് ലോങ് ടൈം പ്രോസസ് ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ഒബ്വിയസ്ലി ബോർഡിന് പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെയിൻലി ഈ സോഫ്റ്റ്വെയർസ് വെച്ച് അല്ലെങ്കിൽ ഈ ടിങ്കർ കാഡ് പോലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതിനേക്കാളും നല്ല ഇങ്ങനത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൽ ഇട്ട് ഫസ്റ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കി, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ ഹാർഡ്വെയറിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. സോ ദ പ്രോബ്ലം ഈസ് ഇതിനകത്ത് ഓവർ കറണ്ട് വരികയാണ്. അപ്പോൾ നമ്മളിത് ഡിസൈറ്റ് ഇവിടെ നിന്ന് മാറ്റും. റെസിസ്റ്റർ യൂസ് ചെയ്ത് ആ പ്രശ്നം ഇവിടെ തീർന്നു. ലൈറ്റ് കത്തുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം അവിടെ തീർന്നു. ദിസ് ഈസ് ഞാൻ പറഞ്ഞത് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ LED ഡാമേജ് വരുന്നില്ല. നേരത്തെ കേസിലാണെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ നമുക്ക് LED അല്ലെങ്കിൽ ബോർഡിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. LED ഒബ്വിയസ്ലി പൈസ കുറവായിരിക്കാം, എന്നാലും വേറൊരു ഡിവൈസ് ആണെങ്കിൽ അവിടെ എന്തായാലും പ്രശ്നം വരുമല്ലോ. We can do another one. നമുക്ക് ബസർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ബസർ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പോസിറ്റീവ് പിന്ന് നമ്മളെടുത്ത് ഇവിടെ 8ലേക്ക് കൊടുക്കണം. ഇത് ഡിജിറ്റൽ ആണ്. ഡിജിറ്റൽ സൈഡിൽ 8th പിന്നിലേക്ക് കൊടുക്കണം. ആൻഡ് വ്യൂസ് അനദർ device that is push button. പുഷ് ബട്ടൺ നമ്മളിവിടെ വെക്കണം. അത് അപ്പോൾ ഉദ്ദേശിക്കാൻ എന്താണ്, പുഷ് ബട്ടൺ പുഷ് ചെയ്യുന്ന സമയത്ത് ബസർ ബീപ്പ് ചെയ്യുക. ദാറ്റ്സ് ദ സിമ്പിൾ വൺ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടെർമിനൽസ് ആണ്. 1B 2B 1A 2A എന്ന് പറഞ്ഞ് 4 ടെർമിനൽസ് ആണ് പറ്റും. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ ടെർമിനൽ ഇവിടെ സെക്കൻഡിലേക്ക് കൊടുക്കുക. ആൻഡ് ഇവിടെ ഒരു പിന്നിലേക്ക് നമുക്ക്
റെസിസ്റ്റർ കൊടുക്കണം. നമ്മൾ ഇതിലേക്കാണ്, ഈ റെസിസ്റ്ററിലേക്കാണ് ഇവിടെ നിന്ന് 5 വോൾട്ട് പവർ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റെസിസ്റ്റർ വെച്ചത്. ചെറുതായി മാറി അത് ഗ്രൗണ്ട് ചെയ്യണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇവിടെ ഇതിനനുസരിച്ച് കളർ മാറ്റാൻ പറ്റും. വയറിൻ്റെ കളർ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ചൂസ് റെഡ് ഹിയർ. ഇത് നമ്മളിവിടെ കൊണ്ടുപോയി ഫൈവ് വോൾട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഇത് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ സർക്യൂട്ട് ഇവിടെ കഴിയും. ബേസിക്കലി നമുക്ക് ഇവിടെ സർക്യൂട്ട് ഇപ്പോൾ കഴിഞ്ഞു. ബട്ട് ഇവിടെ സിമുലേഷൻ കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല, ബിക്കോസ് വി ഹാവ് കോഡഡ് ഇറ്റ് യെറ്റ്. അപ്പോൾ നമ്മൾ നേരെ കോഡിലേക്ക് പോവാം. ഇവിടെ ഉള്ളത് നേരത്തെ കൊടുത്ത കോഡാണ്. സോ വി ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇപ്പോൾ ഞാൻ കോഡ് അടിക്കാൻ നിന്ന ടൈമിലേക്ക് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത കോഡുണ്ട്. So we'll just copy this here. I will share this code with you guys. Okay. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറഞ്ഞു കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മൾ സ്വിച്ച് പിൻ 2 ആയിട്ട് ഇവിടെ അസൈൻ ചെയ്തു. സ്വിച്ച് പിൻ പുഷ് ബട്ടണിൻ്റെ പിന്ന് 2 ആയിട്ട് ഇവിടെ അസൈൻ ചെയ്തു. ആൻഡ് ബസറിൻ്റെ പിൻ നമ്മൾ 8th പിന്നിലേക്ക്, ഡിജിറ്റലിൻ്റെ 8th പിന്നിലേക്ക് നമ്മൾ കൊടുത്തു. ആൻഡ് ഹിയർ ദ വോയിഡ് ലൂപ്പ് ബിഗിൻസ് ചെയ്യുന്നതാണ് മെയിൻ ലൂപ്പ്. പിൻ മോഡ് നമ്മളിവിടെ ലൈക്ക് കൊടുത്തത് പിൻ മോഡ് സ്വിച്ച് പിന്ന് ഇൻപുട്ട്, ബസർ പിന്ന് ഔട്ട്പുട്ട് ആയിട്ടാണ്. അതായത് ഇവിടെ സ്വിച്ച് പിന്ന് ഇവിടെ കൊടുത്തത് പുഷ് ബട്ടന്റെ സ്വിച്ച് ഇതാണ്, പിന്നാണ്. ഇത് നമ്മൾ സെക്കൻഡ് ഇതിലേക്കാണ് അസൈൻ ചെയ്തത്. ആൻഡ് ബസർ വി ഹാവ് കെപ്റ്റ് ഇറ്റ് ആസ് ദി 8th പിൻ. അപ്പോൾ സ്വിച്ച് പിന്ന് ഇൻപുട്ടായിട്ടും ബസർ പിന്ന് ഔട്ട്പുട്ട് ആയിട്ടാണ് ഇവിടെ കൊടുത്തത്. ആൻഡ് വി ഹാവ് ഡിജിറ്റൽ റീഡ്. ഇപ്പോൾ സ്വിച്ച് പിൻ ഹൈ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ അനലോഗ് സാധനം നമ്മൾ തൊടുന്നില്ല, ഡിജിറ്റൽ പിൻസ് ആണ്. ഡിജിറ്റലിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും. 1 or 0 ആണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ റീഡ് ചെയ്ത ഇവിടെ ഡിജിറ്റൽ സിഗ്നൽസിനാണ്. സ്വിച്ച് പിൻ്റെ വാല്യൂ ഹൈ ആണ്. അതായത് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, ബസർ പിന്ന് സൗണ്ട് ചെയ്യണം. ടോൺ ബസർ പിൻ സിൻടാക്സ് ആണ്. അല്ലെങ്കിൽ നോട്ട് ഓൺ ബസർ പിൻ, ബസർ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ബസർ ഓൺ ആവുക അല്ലെങ്കിൽ ബസർ ഓഫ് ആവുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഹൈ ആണെങ്കിൽ ഇത് സൗണ്ട് ചെയ്യുക. ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് സൗണ്ട്. അപ്പോൾ ഹിയർ actually it makes sound കേൾക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഐ എം യൂസിങ് ആൻ ഇയർഫോൺ. നിങ്ങൾക്ക് വേണമെങ്കിലും ഈ സെയിം സാധനം നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഐ വിൽ ഷെയർ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ദ കോഡ് വിത്തിൻ യുവർ ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് വി ഗോട്ട് അനദർ വൺ. നമുക്ക് വേറെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്.
We'll keep a breadboard here. DC motor നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഒരു DC motor പ്ലേസ് ചെയ്തിട്ടുണ്ട്. And we should also have a 9-volt battery. And potentiometer നമുക്കുള്ളതാണ്. ഒരു NPN ട്രാൻസിസ്റ്റർ. Okay. So zooming. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് ബോർഡ്സിലുള്ള കണക്ഷൻസ് സെറ്റ് ആക്കാം. ഡയോഡ് ഞാനിവിടെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒന്ന് ഞാൻ ഇവിടെ പോസിറ്റീവിലേക്ക് ഞാനിവിടെ ഇത് കൊടുക്കാം. ഇത് രണ്ടിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. This port here ഇതവിടെ കൊടുത്തിട്ടുണ്ട്. And that's all within okay. That's it. വെക്ടർ പിൻ എടുത്തിട്ട് ബേസ് പിൻ എടുത്തിട്ട് ബേസ് പിൻ എടുത്ത് ഇവിടെ 9th കൊടുക്കാം. Okay, that's all about ഇവിടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ കോൺഫിഗറേഷൻസ് നോക്കാം. Yeah, 3 terminals. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഒരു വൈപ്പർ ഉണ്ട്. അപ്പോൾ നൈസായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തു. We have this port here. This port here. And ground port here. Okay. So this is about set ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇതിവിടെ കഴിഞ്ഞാണ്.
ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. ഈ ട്രാൻസ് റിസീവർ അറിയോ? ട്രാൻസ് റിസീവർ ഡിവൈസ് ആണ്. അങ്ങനെ 1 GHz താഴത്ത് വരുന്ന സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ ആ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യുന്ന ഇതിൽ ആ ആപ്പിൽ ഈ ട്രാൻസ് റിസീവർ വരുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. ടിങ്കർ കാഡിലാണ്. ടിങ്കർ കാഡിൽ ക്ലിയർ ആണോ? അല്ല, ടിങ്കർ കാഡിലാണോ ചോദിച്ചത്? അതെ അതെ, ടിങ്കർ കാർഡിൽ. ആക്ച്വലി ടിങ്കർ കാഡിൽ നമുക്കധികം ഇത് വരുന്നില്ല. ആൻഡ് ഐ തിങ്ക് ട്രാൻസ്സീവർ ഇതിനകത്ത് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് തിങ്സ് ഹിയർ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് അവൈലബിൾ അല്ല. നമുക്ക് ഇപ്പോൾ ESP ബോർഡ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ലിമിറ്റഡ് ആണ്. ഒരു ബേസിക് സർക്യൂട്ട്സ് നമുക്ക് ഇത് യൂസ് ചെയ്ത് ക്രിയേറ്റ് അല്ലാതെ പ്രൊഫഷണലി വി ഹാവ് പ്രോട്ടിയസ് ആൻഡ് അതർ സോഫ്റ്റ്വെയർസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ് പ്രൊജക്ട്സ് ഇൻ ദിസ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കോഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും കറണ്ട് എക്സീഡ് ചെയ്യുന്നുണ്ട്. വി ഹാവ് 77.7 മില്ലി ആംപിയർ നമുക്ക് ഇവിടെ വരേണ്ടത്. ആൻഡ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് കപ്പാസിറ്റി ഓഫ് 40 മില്ലി ആംപിയർസ്. ഇതാണ് മെയിൻലി ഇതിനോട് ലൈക്ക് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഫസ്റ്റ് യൂസ് ചെയ്യാൻ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഫസ്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് ഇത് ഇവിടെ നമുക്കൊരു ചിലവൊന്നും വരുന്നില്ല. ലൈക്ക് ഇവിടെ കത്തിപ്പോയാലും സോഫ്റ്റ്വെയർ. ബട്ട് ഇൻ റിയൽ ലൈഫ് നമുക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോർഡ് കത്തിപ്പോൾ അറൗണ്ട് 2000 റുപ്പീസ് നമുക്ക് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് റെസിസ്റ്റേഴ്സ് ചെയ്യാം.
ചെറിയൊരു ഇത് പറ്റിപ്പോയി. Okay. Got this. Okay. Now we can see the motor is rotating here. നമുക്ക് ഇവിടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വാല്യൂ ഇടുന്നതിനനുസരിച്ച് ഇത് ഇവിടെ വരെ ചെയ്യുന്നതാണ്. സോ ഇതിനകത്ത് ഇത് കൊടുത്ത് കുറച്ച് മറ്റേ ഏതാണ് ഇത്രയും ടൈം എടുത്തത്. സോ സോറി ഫോർ ദാറ്റ്. ആൻഡ് ഐ തിങ്ക് so that's all. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. if you have any. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സോറി ഫോർ ദ ലാഗ് ഇൻ ബിറ്റ്വീൻ. അത് അവിടെ റെഡ് ബോർഡിൽ കൊടുത്ത കണക്ഷൻസ് ചെറിയ ഇതായിപ്പോയി. GPIO പിൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി GPIO പിൻസ് അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് പ്രോസസ്സർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ ലൈക്ക് അതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി പ്രീ ബിൽട്ട് ആയിട്ട് തന്നെ പ്രോസസ്സർ പിൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നിലേക്ക് എടുത്തേക്ക് സെയിം ആസ് വി ഡു വിത്ത് കറണ്ട് എക്സ്റ്റൻഡേഴ്സ്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ വയേഴ്സ് യൂസ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഒരു പിന്നിലേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഇത് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം ഏകദേശം എല്ലാത്തിനും ഒരേ ഇൻപുട്ടാണ്. ഇപ്പോൾ ബസറിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഓൺ ഓർ ഓഫ്, LED കേസ് ആണെങ്കിൽ നമുക്ക് ഓൺ ഓർ ഓഫ്, അങ്ങനത്തെ 2 സ്റ്റേറ്റ് വരുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഒറ്റ പിന്നിലോട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ആ പിന്നിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ GPIO പിൻസ് നമുക്ക് അസൈൻ ചെയ്യുന്നത് പോലെയാണ്. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. Any other? Professional projects nangi we have Proteus mainly. I think I have that. ഇതിനകത്ത് നമുക്ക് പ്രോട്ടിയസ് അവൈലബിൾ ആണ്. പ്രോട്ടിയസിൻ്റെ അകത്ത് നമുക്ക് പ്രൊഫഷണൽ സാധനമൊക്കെ നമുക്ക് പ്രോട്ടിയസിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഷോർട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ടിങ്കർ കാഡ് ആണ് ബെസ്റ്റ്. കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കുറവാണ് ടിങ്കർ കാഡിന് ആസ് കമ്പയർഡ് ടു
പ്രോട്ടിയസ് കുറച്ചുകൂടി കോംപ്ലെക്സ് ആണ്. യെസ് അനഘ. ദാറ്റ്സ് ക്ലിയർ അലീഷ്യ. മെയിൻലി ഞാൻ യൂസ് ചെയ്യുക പ്രോട്ടിയസ് ആണ് ഇങ്ങനത്തെ മെയിൻ സാധനങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ ടിങ്കർ കാഡ് നമുക്ക് ചെറിയ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ടിങ്കർ കാഡാണ്. Hope that's clear. Actually, it is a proprietary software. ഇത് ആക്ച്വലി ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഒരാൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ എത്തിക്സും കാര്യങ്ങൾക്കൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ദ ലൈസൻസ്ഡ് വൺ. അല്ലെങ്കിൽ ക്രാക്ക് ഡൗൺ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. യു ക്യാൻ യൂസ് either one. Okay, I see. That's good. So, anyone got any other doubts? Lengi, we can wind up the session. ഹായ്, ആർക്കെങ്കിലും Sorry, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാട്ടോ. പിന്നെ ആരും ലെഫ്റ്റ് ആവരുത്. നമ്മൾ ലെഫ്റ്റ് ആകരുത്. ഇപ്പൊ ഞങ്ങള് ചാറ്റിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതെല്ലാരും ഒന്ന് ഫിൽ ചെയ്യണം കേട്ടോ. ഇപ്പൊ ഇന്ന് കയറിയവർ അറിയാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാരും ആ ലിങ്ക് ഫില്ലാക്കാൻ മറക്കരുത്. അത് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്നും കൂടെ മെസ്സേജ് ചെയ്യാം. ഇതാണ് ആ ലിങ്ക് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് ആവുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഇനി എന്തെങ്കിലും നീഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മീറ്റ് കഴിഞ്ഞ് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ മതി. ആദ്യത്തിന് അത് ക്ലിയർ ചെയ്ത് തരാം. ഇല്ലെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിലും കോൺടാക്ട് ചെയ്യാം. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. Thanks everyone for joining. ഇത്ര നേരം ഈ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസർ എന്ന ടോപ്പിക്ക് വളരെ ബേസ് ലെവലിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വളരെ യൂസർ ഫ്രണ്ട്ലിയും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ടിങ്കർ കാഡ് പോലൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി എന്താ പറയാ, ഗ്രാസ്പ് ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആദിത്യൻ അതെല്ലാവർക്കും പറഞ്ഞു തന്നത്. സോ എക്സ്ട്രീംലി താങ്ക് യു ഫോർ ദാറ്റ്. ഇപ്പോൾ ടിങ്കർ സെമ്മിന്റെ പേരിലും അതുപോലെ തന്നെ ബൈറ്റ് ക്രാഫ്റ്റിന്റെ പേരിലും ഈ എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലുമുള്ള ഒരു വലിയ നന്ദി ആദ്യത്തിനോട് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എഫേർട്സ്. അതുപോലെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിക്കാൻ തയ്യാറായവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള ക്ഷമയും അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ കാണിച്ചിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത്തെ സെഷനാണ് ആക്ച്വലി ആദ്യത്തിന് എടുത്തു തരുന്നത്. അതിൽ ആദ്യവും രണ്ടാമതും ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്, യു ആർ സച്ച് ആൻ അമേസിംഗ് മെന്റർ. അത് തുടർന്നുകൊണ്ടേയിരിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ആ ലിങ്ക് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ.